കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. Greetings be to the name of the Lord. ഒരു പ്രാവശ്യം കൂടെ ഇംഗ്ലീഷ് വർഷിപ്പായി നമുക്ക് കൂടി വരുവാൻ കർത്താവ് സഹായിച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I thank God for one more chance to gather together as the English worship. ഇത്രയും പേർക്ക് കടന്നു വരുവാൻ കഴിഞ്ഞല്ലോ, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. I praise God that this many of us could come. വളരെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ പ്രിയ സഹോദരങ്ങളെ ദൈവം ഉപയോഗിച്ചു. God used the worshippers to lead us in worship. ഏകദേശം 5 മാസമാകുന്നു ഇംഗ്ലീഷ് വർഷിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട്. Now it's becoming 5 months since we started the English worship. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ടെക്നോ പാർക്കുമായി ബന്ധപ്പെട്ട് വിവിധ ഭാഷക്കാർ ഇവിടെ ആരാധനയ്ക്ക് കടന്നു വരണം. Our target is that many people related to Technopark from many different languages should come here and worship the Lord. നമ്മളെല്ലാം ആ ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. All of us are people who are supporting that ministry. ഹല്ലേലൂയ. Hallelujah. ഒരു വലിയ പ്രതീക്ഷയോടെ നമുക്കായിരിക്കാം. Let's be in a huge expectation. 2026 കടക്കുമ്പോൾ As we are moving to 2026, ജനുവരിയിൽ തന്നെ ഈ സഭ ഒരു കൺവെൻഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. in the month of January itself we are holding a convention. ആ കൺവെൻഷൻ കഴിയുന്നതോടുകൂടി വിവിധ ഭാഷക്കാർ, വിവിധ സ്റ്റേറ്റുകാർ ഇവിടെ ആരാധനയ്ക്ക് കടന്നു വരണം. After that convention, many people from many different languages should come and worship the Lord here. ഇതിന്റെ രീതിക്കൊക്കെ വലിയ മാറ്റം വരണം. A huge change should come in the way this is conducted. ഹല്ലേലൂയ. Hallelujah. കർത്താവ് അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. I hope that God will do like that. കർത്താവ് സഹായിക്കട്ടെ. May the Lord help us. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം. For today's message, let's turn to book of Luke chapter 10, 29-ാം വാക്യം. verse 29. എൻ്റെ കൂട്ടുകാരൻ ആരെന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞ ഒരു സംഭവ കഥയാണ്. Jesus is answering the question, who is my friend? ഇതൊരു സംഭവ കഥ, നടന്നൊരു കഥയാണ്. This is a story that happened. ഇത് കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട മനുഷ്യ കുലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു കഥയാണ്. This is showing the entire humanity who fell in the hands of the thieves. നമുക്കിത് നന്നായിട്ട് അറിയുന്ന വേദഭാഗമാണ്. This is a passage that we all know well. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുന്നു. A man was traveling from Jerusalem to Jericho. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. And he was attacked by the bandits. അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായി വിട്ടേച്ചു പോയി. And he was stripped, and they stripped him of his clothes, beat him up and left him half dead. അതുവഴി ഒരു പുരോഹിതൻ വന്നു, അവനെ കണ്ട് മാറി കടന്നുപോയി. A priest came there by chance but went away. ഒരു ലേവ്യനും ആ സ്ഥലത്തെത്തി മാറി കടന്നുപോയി. A temple assistant walked over but looked at him laying there and passed by. ശമരിയക്കാരൻ അവന്റെ അടുക്കലെത്തി. But then a Samaritan came near him. അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. And when he looked on him, he felt compassionate on him. He went near him. എണ്ണയും വീഞ്ഞും പകർന്നു. And he poured oil and water. അവന്റെ മുറിവുകളെ കെട്ടി. He poured oil and wine and bandaged him. തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്തു. He put the man on his donkey and took him to an inn and took care of him. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് കൊടുത്തു, ഇവനെ രക്ഷ ചെയ്യണം. The next day he handed the innkeeper 2 silver coins and telling him, take care of this man. അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. And if the bill runs higher, I will pay you back later. യെരുശലേം എന്ന് പറയുന്നത് ഉയരമുള്ള ഒരു നഗരമാണ്. ദൈവത്തിന്റെ സാന്നിധ്യം കാണിക്കുന്നു, ആത്മീയ ഉയരത്തെ കാണിക്കുന്നു. Jerusalem is a high land. It shows the presence of the Lord and his might. യെരിഹോ എന്ന് പറയുമ്പോൾ ഒരു താഴ്വര നഗരമാണ്. ലോകത്തെ കാണിക്കുന്നു, പാപത്തെ കാണിക്കുന്നു, മരണത്തെയൊക്കെ കാണിക്കുന്നു. Jericho is a valley place and it shows the world and its sin. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ പാപം എന്ന കള്ളന്മാർ അവനെ മർദ്ദിച്ച് മരിച്ച നിലയിലാക്കി. When he's moving from the presence of the Lord to this world, the thieves of sin are leaving him half dead. യെരുശലേം മുതൽ യെരിഹോ വരെ 27 കിലോമീറ്ററാണ് ദൂരം. The distance from Jerusalem to Jericho is 27 kilometers. അത് കല്ലും മലകൾ നിറഞ്ഞതായ ബ്ലഡി വേ ആയിട്ടുള്ള അപകടകരമായ ഒരു വഴിയാണ്. It is a bloody way filled with stones and hills. ഇവിടെ കള്ളന്മാർ പതിയിരിപ്പുണ്ട്. And there are
thieves who are hiding us around. നമ്മുടെ ഈ ലോകയാത്രയിൽ നമ്മെ മുറിവേൽപ്പിക്കാൻ കള്ളന്മാർ പതിയിരിപ്പുണ്ട്. In this world, there are thieves who are hiding to attack us. എത്രയോ പേർ ഈ വഴിയാത്രയിൽ വീണ് കിടക്കുന്നു. And many have fallen half dead in this journey. ഇങ്ങനെ പലതരത്തിൽ മുറിവേറ്റ് കിടക്കുന്നവർ ഈ വഴിയാത്രയിലുണ്ട്. So there are many people in this journey who are half dead, who are wounded. എന്നാൽ നമുക്ക് ഈ ശമരിയക്കാരനെ അറിഞ്ഞുകൂടായിരുന്നു. But we didn't know the Samaritan. ഇതുപോലെ കേട്ടത് വഴി വർഷങ്ങൾ മുമ്പ് ഈ ശമരിയക്കാരനെ നാം അറിഞ്ഞു. But somehow years back we came to know the Samaritan. നമ്മുടെ മുറിവുകൾ അവൻ കെട്ടി. And he binded our wounds. നമ്മുടെ മുറിവുകളെ അവൻ കെട്ടി. He binded our wounds. കെട്ടുക മാത്രമല്ല, Not just he binded our wounds. വഴിയമ്പലത്തിൽ കൊണ്ടുപോയി. He took us to the inn. അതുമാത്രമല്ല, Not just that. വീണ്ടും ചെലവ് ചെയ്തു. And he still gave us pennies. അതുമാത്രമല്ല, Not just that. വീണ്ടും ഞാൻ വരുമ്പോ, And he said, next time when I come, ചെയ്യുന്നതിനൊരു ലിമിറ്റ് ഇല്ലാതാണ് അത് പോകുന്നത്. he is doing it without a limit. ഹല്ലേലൂയ. Hallelujah. മാറിപ്പോയ പലരും ഉണ്ടായിരുന്നു. When there were many people who despised us, ലേവ്യനും പുരോഹിതനും മാറിപ്പോയി. the Levite and the temple assistant went away. പുരോഹിതൻ യാഗത്തിലും ആരാധനയ്ക്കും വേണ്ടി ഓടുകയാണ്. The priest is running off for sacrifices and the temple work. ലേവ്യനും ആലയ സേവനത്തിന് വേണ്ടി ഓടുകയാണ്. Even the Levite is also running for the assistance of the temple. ഇവരെ ഏറ്റവും ചെയ്യേണ്ടവരാണിത്. But these are the people who are supposed to do it. എന്നാൽ വഴിയിൽ കിടക്കുന്നത് യഹൂദനും ശുശ്രൂഷിക്കുന്നത് ശമരിയക്കാരനും. And the person who is wounded is a Jew and the one who is serving him is a Samaritan. ഇവിടെ രണ്ടുപേരും വളരെ ശത്രുതയുള്ളവരാണ്. Here we see two people are really enmity in each other. ഒരിക്കലും അവർക്ക് ചെയ്യാൻ കഴിയത്തില്ല. They can never do it by each other. പക്ഷേ But ശമരിയക്കാരൻ അവന്റെ അടുക്കൽ ചെന്നു. But the Samaritan went near him. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അവിടെ നമ്മൾ വായിക്കുന്നതായ ഒരു കാര്യം, രണ്ടുപേർ കാണാഞ്ഞിട്ടല്ല കണ്ടിട്ട് മാറി കടന്നുപോയി എന്നുള്ളതാണ്. Here we see two people, wherein people who didn't see him, they saw him and went by. എന്നാൽ അവിടെ ശമരിയക്കാരനെ മാത്രം നമ്മൾ നോക്കിയാൽ ആ പ്രവൃത്തിയിൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും. Now when we look in the life of the Samaritan, he had a lot of things that he did. രണ്ട് പദമാണ്, അടുത്തെത്തി എന്ന് മാത്രമല്ല അരികെ എത്തി. Here we see two words, going over him and soothed his wounds. അരികെ എത്തുമ്പോഴാണ് വളരെ ഡീപ്പായിട്ടുള്ള വൂണ്ട്സ് ഒക്കെ കാണാൻ പറ്റുന്നത്. Only when you go close to that person you see the deep wounds of that person. മാറി നിന്നാൽ അത് കാണത്തില്ല. When you stand aside you don't see it. ചിലരോട് അടുക്കുമ്പോഴാണ് ചില വിഷയങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. Only when we draw close to some people we come to know the problems and the wounds in their lives. ഈ ലോകം അതിന് മെനക്കെടത്തില്ല. This world will not suffer for that. ആരുടെയും വിഷയം അവർക്ക് എടുക്കാൻ തയ്യാറല്ല. They don't want to take anybody's burdens. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ ഹോസ്പിറ്റലിലൊക്കെ സന്ദർശിച്ച് ട്രാക്ടർ എടുത്ത് പ്രാർത്ഥിക്കുന്നത് ആരാണ്? Who are the people who goes to the hospitals, gives the tracts and prays for them? വലിയ വാചപിടിക്കുന്ന ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യോ? Is there anybody who is out there blasting out who is doing it? ഇന്നും മെഡിക്കൽ കോളേജിൽ പോയി നോക്കിയാൽ സാധുക്കളായ ഉപദേശിമാർ ട്രാക്റ്റും കൊണ്ട് നടന്ന് കൊടുത്ത് പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയും. Even today when we go to medical college we see men of God are going there giving out tracts and praying for them. എന്താ അതിന് കാരണം? What is the reason? ഇവർക്ക് കൊടുക്കാൻ ഒരു കാര്യമുണ്ട്. Because they have something to give. അവർക്ക് പറയാൻ ഒരു സബ്ജക്റ്റ് ഉണ്ട്. They have a subject to speak. കാണിച്ചു കൊടുക്കാൻ ഒരു വ്യക്തിയുണ്ട്. They have someone to show. Amen. മറ്റവർക്ക് അത് പറയാനില്ല. The others don't have that. അങ്ങനെ ഒരാളില്ല. They don't have someone like that. നമ്മൾ ഈ വ്യക്തി അറിഞ്ഞത് ഓർത്ത് സ്തോത്രം ചെയ്യാം. Let's praise God we met that person. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് അറിയാം. How lucky we are. നമുക്കൊരു വിഷയം വന്നാൽ, so when we have a problem, നമുക്ക് പറയാൻ ഒരു ചർച്ച ഉണ്ട്. we have a church to share it. നമുക്ക് പറയാൻ കുറച്ച് ബിലീവേഴ്സ് ഉണ്ട്. we have some believers to share it. എത്ര ഭാഗ്യമാണ്. how blessed we are. അവർക്ക് പ്രാർത്ഥിപ്പാൻ ആരുണ്ട്? but who do they have to pray with? ഇതൊരു ഫാമിലി അല്ലേ? isn't this a family? ഒരു അപ്പനില്ലേ? isn't there a father? മക്കളില്ലേ? isn't there children? എത്ര ഭാഗ്യകരമായ. how blessed we are. ഹല്ലേലൂയ. hallelujah. എന്ന ദുഃഖകരമായ അവസ്ഥ എല്ലാവരും ഇത് അനുഭവിക്കുന്നില്ല. but the sad part, not everyone experiences it. വളരെ കുറച്ചു പേർ മാത്രമേ ഈ ഒരു ബന്ധത്തിൽ വരുന്നുള്ളൂ. only few people are coming close in this relationship. ഹല്ലേലൂയ. hallelujah. അവിടെ അടുക്കലെത്തി 10:33 നോക്കിയാൽ അടുക്കലെത്തി അരികെ ചെന്നു. Here in chapter 10 verse 33 we see he came along, he saw the man,
എണ്ണയും വീഞ്ഞും പകർന്നു. He poured oil and wine. എണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു, ആശ്വാസം പകരുന്ന പരിശുദ്ധാത്മാവ്. The oil shows the comfort of Holy Spirit. വീഞ്ഞ് ക്രിസ്തുവിന്റെ രക്തത്തെ കാണിക്കുന്നു. The wine shows the blood of Jesus. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇതുണ്ടെങ്കിലേ ചെന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ. Only if you have this, you can go and do something. ഒരാശ്വാസത്തിന്റെ വാക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലേ നമുക്ക് വേറൊരാളെ ആശ്വസിപ്പിക്കാൻ പറ്റത്തുള്ളൂ. Only if you have a word of comfort can we comfort someone. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കഴിയുന്നെങ്കിലേ അത് ആമേൻ അത് യഥാർത്ഥമായി ചെയ്യാൻ പറ്റത്തുള്ളൂ. Only if you are able to pray will you be able to pray for someone. ഹല്ലേലൂയ. Hallelujah. എവിടെ ചെന്നാലും നമുക്കൊരു ശുശ്രൂഷയുണ്ട് കേട്ടോ. Wherever we go, we have a ministry. ഹല്ലേലൂയ. Hallelujah. ഒന്ന് പ്രാർത്ഥിക്കുവാൻ, ഒന്ന് കർത്താവിനെ പറ്റി പറയുവാൻ ഒക്കെ അവസരം നമ്മൾ വിനിയോഗിക്കണം. We should use our time to share about the Lord, to pray for them. We should utilize our time. ഹല്ലേലൂയ. Hallelujah. നമുക്കറിയാം ലാസറിന്റെ ഭവനത്തിലേക്ക് യേശുക്രിസ്തു വരുമ്പോൾ We know when Jesus came to the house of Lazarus, മരിച്ച് കല്ലറയ്ക്ക് ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. he was buried in the tomb. യേശുക്രിസ്തുവിന് മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ ഇരുന്നിട്ട് ലാസറെ എന്ന് വിളിച്ചാൽ പോരെ? Couldn't Jesus that sit in the house of Martha and Mary and call Lazarus? ലാസർ എഴുന്നേറ്റ് വരത്തില്ലേ? Won't Lazarus come? ഒരു ഇത്രയും ഡിസ്റ്റൻസ് കൂടെ പോയാൽ മാത്രമേ ലാസർ ഉയർത്തെഴുന്നേറ്റ് വരുവുള്ളൂ. Only if Jesus goes some more distance will he raise up from the dead. സിസ്റ്റേഴ്സ് തന്നെ പറയുന്നുണ്ട്, അങ്ങോട്ട് പോകണ്ട, അവിടെ നാറ്റമുണ്ട്, നാറ്റം വമിക്കും. Even his sisters are saying, don't go near, it's smelling bad. അതിനെ വകവയ്ക്കാതെ ആ കല്ലറയുടെ അടുക്കലേക്ക് പോകണമോ? But should he still go near to the tomb? കല്ല് മാറ്റാതെ വിളിച്ചാൽ ലാസർ പുറത്തു വരത്തില്ലേ? If he calls him without rolling away the stone, will he not come? കല്ല് മാറ്റുന്നത് ഒരു ഭയങ്കര അവസ്ഥയല്ലേ? Isn't rolling off the stone a difficult task? ഓ ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ആ നാറ്റം വെച്ച വിഷയത്തിന്റെ അടുത്തേക്ക് യേശുക്രിസ്തു ചെല്ലുകയാണ്. Even in the problem, in the situation which smells bad, which is gone old, Jesus is going near it. ഒരു ശമരിയക്കാരനും ഒരു ശാസ്ത്രിയും ഒരു പുരോഹിതനും അങ്ങോട്ട് വരത്തില്ല, യേശു മാത്രം അതിന്റെ അടുക്കൽ വന്നു. No priest, no temple assistant will go near it, but Jesus is going near it. നമ്മുടെ വല്ലാത്ത വിഷയങ്ങളുടെ അടുക്കലേക്ക് ആരും കാണത്തില്ല, യേശു കർത്താവ് മാത്രമേ അതിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുകയുള്ളൂ. In our deepest situations, no one will be close to us, but there is a Jesus who is close to us. പുറത്ത് പറയാൻ പറ്റാത്ത വിഷയങ്ങൾ, There are things that we can't share outside. സഭയിൽ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, Things that we can't share in the church and pray. ആരോടും പറയാൻ പറ്റാത്ത വിഷയങ്ങൾ, Things we can't share to anyone. എന്നാൽ യേശു കർത്താവ് ചെവി ചായ്ച്ചു തരുന്നു, നീ എന്നോട് പറ, ഞാനത് കേൾക്കാം. But then there's Jesus who inclines his ears and says, tell to me, I will answer you. ഹല്ലേലൂയ. Hallelujah. നയീനിലെ വിധവയുടെ മകനെ ശവമഞ്ചത്തിൽ കൊണ്ടുപോവുകയാണ്. The widow in Nile, his son was taken dead. നയീനിലെ വിധവ എന്ന് പറയുമ്പോൾ അറിയാം, ഭർത്താവ് മരിച്ചു, മകനും മരിച്ചു. We know if she is a widow, then her husband is dead and her son is dead. ആ ശവമഞ്ചം ചുമക്കുന്ന കുറച്ചു പേരുണ്ട്. There are some people who are carrying the box. വേറെ ആരും അതിൽ കൈവെക്കില്ല. Not anyone else will put their hands close to it. എന്നാൽ യേശു ആ ശവമഞ്ചത്തിന്റെ അടുക്കൽ വന്ന് അതിനെ പിടിച്ചു. But Jesus came near to it and touched it. യേശു ശവമഞ്ചത്തിൽ പിടിച്ചവർ, ചുമന്നു കൊണ്ടുപോകുന്നവർ കൈവിട്ടു മാറി. So but when Jesus touched it, those who were carrying it took their hands off. ഹല്ലേലൂയ. Hallelujah. ഞാൻ പറഞ്ഞു വരുന്നത് ആ വിഷയത്തോട് ഏറ്റവും അടുത്ത് യേശു ക്രിസ്തു വരുന്നു എന്നുള്ളത് ഒരു വലിയ വിഷയം. It's a great thing that Jesus has come closest to the problem. ഹല്ലേലൂയ. Hallelujah. മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി. He bandaged him, put him on his own donkey and took him to the inn. വഴിയമ്പലത്തിൽ കൊണ്ടുപോയി എന്ന് പറയുന്നത് ദൈവസഭയിൽ കൊണ്ടുവന്ന് പണിയുന്ന കാര്യമാണ്. Taking him to the inn shows taking him to the church and building him up. അവിടെ കൊടുത്തിരിക്കുന്നു, വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്തിട്ട് പോയില്ല, പിറ്റേന്നാൾ വരെ അവൻ അവിടെ കാത്തിരുന്നു. We see he didn't just leave him to the inn and leave him there. Instead, he stayed there for one more day. ആ ട്രീറ്റ്മെന്റിന് വേണ്ടി ഈ ശമരിയക്കാരൻ അവിടെ കാത്തിരിക്കുന്ന ഒരു അനുഭവമാണ്. Here the Samaritan is waiting for him for the treatment. ഹല്ലേലൂയ. Hallelujah. ഇതൊരു വഴിയമ്പലമാണ്. This is an inn. ഇവിടെ
ആമേൻ കൊണ്ടുവരുന്നവരെ കർത്താവ് ഇതിനകത്ത് ചികിത്സിക്കും. Those who are brought here, God will treat them. ദൈവമാക്കി വെച്ച ഡോക്ടർമാർ ദൈവസഭയ്ക്കകത്തുണ്ട്. There are doctors who God has appointed. പുറത്തെത്ര സുവിശേഷം പറഞ്ഞാലും ഇതിനകത്തൊരു ട്രീറ്റ്മെന്റ് നടക്കണം. Outside, how much ever gospel we share, a treatment has to happen inside the church. ഇതിനകത്തൊരു ആരാധനയും പ്രാർത്ഥനയും ആ ദൈവവചന ധ്യാനവും ഒക്കെ ഇതിനകത്ത് നടക്കണം. So the worship, the meditation of the word of God should happen over here. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമാകുന്നില്ല, അതൊരു ഫസ്റ്റ് എയ്ഡ് മാത്രമാണ്. When we share the gospel to someone, it isn't getting complete, it's just the first aid. എന്നാൽ അത് കഴിഞ്ഞ് നേരെ സാധാരണ പറയുന്ന പോലെ സഭയിലേക്ക് വരണം, പാസ്റ്റർ അടുത്ത് കൊണ്ട് പ്രാർത്ഥിപ്പിക്കാം എന്ന് പറഞ്ഞ് സഭയിലേക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യണം. But as it's usually done, you have to bring them to the church and get them prayed by the pastor. 2 വെള്ളിക്കാശ് എന്ന് പറയുന്നത് വചനവും ആത്മാവുമാണ്. 2 silver coins shows the word and the spirit. ഇവിടെ ഈ ഒരു കാര്യം ചെയ്തിട്ട് എന്തോ വലിയൊരു കാര്യം ചെയ്തു എന്നുള്ളൊരു ഭാവം ഇവിടെ ഉണ്ടാകാൻ പാടില്ല. After doing this, you shouldn't feel that I have done something great. കരുണയ്ക്ക് അതിരില്ല, അത് പ്രസന്നതയോടെ എന്തോ ചെയ്തു എന്നുള്ളൊരു ഭാവവും വരാൻ പാടില്ല. So compassion has got no limits. ഒരിക്കലും ഞാൻ വേറൊരു ശുശ്രൂഷ കഴിഞ്ഞ് പാളയം വഴി വരുമ്പോൾ Once I was doing a ministry and going back through Palayam. ഒരു 10 മണിയായി കാണും. It was around 10. ഈ പബ്ലിക് ലൈബ്രറിയുടെ നേരെ ഫ്രണ്ടിൽ, in front of the public library, ആ റോഡിൽ ആരുമില്ല, there's no one in the road. ബൈക്കിലാണ് വരുന്നത്. I'm in the bike. ഒരാൾ അവിടെ കിടക്കുന്നു. A person is sleeping there. ശരിക്കും അന്ന് വൈകിട്ട് പോയടത്ത് ശുശ്രൂഷിച്ചത് ശമരിയക്കാരനെ പറ്റിയായിരുന്നു. That day I was preaching about the Samaritan. പ്രസംഗിച്ചിട്ട് വന്നിട്ട് ഇത് എടുക്കാനും വയ്യ എടുക്കാതിരിക്കാനും വയ്യ. After preaching about him, I can't leave him off, neither take him. എടുത്തു കഴിഞ്ഞാൽ വല്ല തലവേദനയാവോ, ഇവൻ എങ്ങനെയുള്ളവനാണെന്ന് അറിഞ്ഞൂടാ, എടുക്കണമെന്നുണ്ട്. If I take him, I don't know how he'll respond, but even I can't leave him aside. അങ്ങനെ ഒരു കാലമാണ്. ഇതിനു മുമ്പ് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ല, വിട്ടുപോയിട്ട്. പക്ഷെ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. It was such a time, many times before I have left people like that, but this time I couldn't leave him. ഞാൻ അവിടെ നിർത്തി. ഒരു അനക്കമുണ്ട്, വേറെ കൈയും കാലൊക്കെ മുറിഞ്ഞിട്ടുണ്ട്, ഏതോ വണ്ടി തട്ടി വീണതാണ്. So I waited there. I see him wounded. Maybe he had got some accident by a car. അപ്പോൾ അതിനടുത്താണ് ജൂബിലി ഹോസ്പിറ്റലിൽ. ബൈക്കിൽ പുറകിൽ ഇരിക്കാമോ, എന്നെ പിടിച്ചിരുന്നാൽ മതി, ഞാൻ എന്നോട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. So I told him the Jubilee Hospital is nearby. Can you just hold me? I'll take you to the hospital. അദ്ദേഹത്തെ പിടിച്ച്, ഒരു ചെറുപ്പക്കാരനാണ്, അദ്ദേഹത്തെ പിടിച്ച് പുറകിലിരുത്തി എന്നെ പിടിച്ചോളാൻ പറഞ്ഞു. മുമ്പോട്ട് പോവുകയാണ്. So he was a youngster. I took him in my bike and I'm moving forward. അത് ചെയ്യുമ്പോഴും പേടിച്ചാണ് പോകുന്നത്. And even when I'm doing it, I'm really scared. ഇവൻ പുറകെ ഇരുന്ന് എന്തെങ്കിലും ചെയ്യുവോ? Will he do something in the back? എന്തെല്ലാം നടക്കുന്നുണ്ടല്ലേ. What all can happen? ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടി For such a situation, ജൂബിലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. I reached Jubilee Hospital. അവിടുത്തെ കാഷ്വാലിറ്റി കയറ്റി. I took him to the casualty. ആ ഡോക്ടർ ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ്. The first thing that the doctor said is, ഇതെങ്ങനെയാണ്, ആരാണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ വരുന്ന വഴി കണ്ടതാണ്, കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. So the doctor asked, who is this? And I told, I came by and I saw him and brought him here. ഡോക്ടർ നിങ്ങൾ ഗുഡ് സമരിറ്റൻ ആണോ എന്ന് ചോദിച്ചു. The doctor asked, are you a good Samaritan? ഏതാണ്ട് അതുപോലൊക്കെ തന്നെ ഡോക്ടറെ എന്ന് ഞാനും പറഞ്ഞു. I told the doctor something like that. അദ്ദേഹത്തിനെ എടുത്ത് കുറേ കെട്ടൊക്കെ കെട്ടി മാറ്റി അദ്ദേഹം പേഴ്സ് എടുത്ത് എൻ്റെ തന്നിട്ട് പറഞ്ഞു, അതിനകത്തൊരു കാർഡുണ്ട്, അതിലൊന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. So he was taken care, and then he took his purse, gave me a card and told me to call him. പുള്ളി പറഞ്ഞു, എൻ്റെ അങ്കിളാണ്, വരും, കുഴപ്പമില്ല, സാറ് പൊയ്ക്കോ, പാസ്റ്റർ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി വന്ന് ഏൽപ്പിച്ചിട്ട് ഞാൻ പോകാനിടയായി. So he said, my uncle will come, pastor, you can go. And then I took responsibility of him and went by. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, So what I'm saying is, അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് കൂടുതൽ സമയം നിൽക്കണമെന്ന് എനിക്ക് ഒരു താല്പര്യമില്ല. So admitting him and staying there for a long time, I'm not interested in that. വല്ല വിധേനയും അവിടുന്ന് സ്ഥലം വിടണമെന്നുള്ളതാണ്. By some chance I want to just get off there. നല്ല ശമരിയക്കാരൻ, Good Samaritan. ട്രീറ്റ്മെന്റ് നോക്കിക്കൊണ്ട് He is waiting there, looking at the treatment. വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. And he is waiting there. വല്ല അപകട നിലയുണ്ടോ? Is there any accidents? ഇനി കൂടുതൽ ബില്ല് വല്ലതും കൊടുക്കേണ്ടി വരുമോ? Should I pay a bigger bill? ഓ ഹല്ലേലൂയ. Hallelujah. ഇത് ഏതൊക്കെയോ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്.
this has happened in our life in some form or അത് another. ചില വ്യക്തികളിൽ കൂടി നല്ല ശമരിയക്കാരനായി വെളിപ്പെട്ടിട്ടുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കിയാൽ അറിയാൻ പറ്റും. When you look back in your life, it has come in the form of some good Samaritans in our life സഹായത്തിന്റെ കരം നീട്ടിയ ചില വ്യക്തികൾ, who have stretched forth the hands of help, നല്ല വാക്കുകൾ പറഞ്ഞ വ്യക്തികൾ, who have comforted us with good words. ഒരു സാധ്യതയുമില്ലാത്തടത്തു നിന്നെ ആശ്വസിപ്പിച്ച ചില വ്യക്തികൾ, Those who have comforted us when there were no chances. ഇതൊക്കെ ദൈവം അവിടെ നമുക്ക് വേണ്ടി ഒരുക്കിയതാണ് It കേട്ടോ. was all ordained by God. ദൈവം ഒരുക്കിയതാണ്. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നീ പോകുന്നിടത്ത് നിനക്ക് വേണ്ടി ദൈവം അവിടെ ചിലരെ ഒരുക്കിയിരിക്കും. Dear child of God who is praying, God will prepare some good Samaritans for you wherever you go. മറന്നു പോകരുത്, മറന്നു പോകരുത്. Don't forget that. ഓ ഹല്ലേലൂയ. Hallelujah. എല്ലാ വിഷയവും കർത്താവിന്റെ അടുത്ത് നീ പറഞ്ഞു പ്രാർത്ഥിക്കണം. Keep every issue in prayer with the Lord. ജോലി വിഷയം പറഞ്ഞു പ്രാർത്ഥിക്കണം. Keep the things in your corporate world in prayer. യാത്ര ദൈവത്തോട് പറഞ്ഞു പ്രാർത്ഥിക്കണം. Keep your travels in the prayer. ഹല്ലേലൂയ. Hallelujah. എല്ലാ വിഷയവും കർത്താവിനോട് പറയണം. Keep every issues in the Lord with the Lord in prayer. അപ്പോ ഇവിടെ 2 വെള്ളിക്കാശ് എന്ന് പറയുന്നത് വചനവും ആത്മാവുമാണ്. So here the 2 silver coins shows the Holy Spirit and the word. അവസാനം പറയുന്നു, ആമേൻ, ഞാൻ അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. And then he's saying, if the bill runs higher than this, I will pay you the next time when I'm here. നമുക്ക് വേണ്ടത് ഈ ഭൂമിയിൽ കർത്താവ് തന്നു കഴിഞ്ഞു. ഇനി ശേഷിക്കുന്നത് അവൻ വീണ്ടും വരുമ്പോൾ അത് പൂർത്തീകരിക്കുവാനിടയാകും. So what we require, the Lord has given us, and if something more we need, he will give it to us. ഞാൻ വീണ്ടും വരും. I will come back again. നിന്റെ ശേഷിക്കുന്ന കുറവുകൾ തീർക്കാൻ ഞാൻ വീണ്ടും വരും. To restore the lacks of your life, I will come back again. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഒരുപാട് നമ്മളെ ഹൃദയത്തെ തൊടുന്ന കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. There's a lot of things that touches our heart in this passage. 27 കിലോമീറ്റർ നടന്നു വന്ന ശമരിയക്കാരൻ ഈ യാത്രികനെ തൻ്റെ കഴുതപ്പുറത്തോ കുതിരപ്പുറത്തോ കയറ്റി കൊണ്ടുപോകുമ്പോൾ താൻ നടക്കുകയല്ലേ ചെയ്യുന്നത്? So when he's traveling 27 kilometers and seeing this person, he's putting him in the donkey. Isn't he walking all the way? നമ്മുടെ ബലഹീനത അറിഞ്ഞ്, നമുക്ക് നടക്കാൻ വയ്യ എന്നറിഞ്ഞ് നമ്മെ താങ്ങുന്ന നടത്തുന്ന ദൈവത്തിൻ്റെ കരം. There's a God whose strength is made perfect in our weaknesses. ഹല്ലേലൂയ. Hallelujah. സ്തോത്രം. Praise God. സ്തോത്രം. Praise God. അതാണ് ദൈവവചനം പറയുന്നത്. നമ്മുടെ പ്രകൃതി അവൻ അറിയുന്നു. That's what the Bible says. He knows our all in all. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള വീക്ക്നെസ്സും അതിന്റെ പോരായ്മയും ഉണ്ട്. Each one of us have our weakness and its problems. അത് കർത്താവിന് നല്ലതുപോലെ അറിയാം. But the Lord knows it very well. ഹല്ലേലൂയ. Hallelujah. സ്തോത്രം. Praise God. ഒരു പഠിക്കുന്ന ഒരു കുട്ടി ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്. Once a student who was studying told me this. വീട്ടിലിരുന്ന് ടെസ്റ്റ് പേപ്പർ നടത്തുമ്പോൾ ചോദിക്കുമ്പോഴെല്ലാം പെർഫെക്റ്റ് ആയിട്ട് എഴുതും, പറയും. So when I do test papers in my home, I do it well. പക്ഷെ ആ ഫൈനൽ എക്സാമിനേഷന് വരുമ്പോൾ തൻ്റെ നെഞ്ച് ഭയങ്കരമായിട്ട് ഇടിക്കും. But when I go to the final exam, my heart starts beating. ആ ഒരു ടെൻഷൻ കാരണം നെഞ്ച് ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് കൂടും. I get anxious by the tension. വേറെ പ്രശ്നമൊന്നുമില്ല, ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് ഇടിക്കാൻ തുടങ്ങും. There's no other problem, but my heart starts beating really fast. ഹാർട്ട് ബീറ്റ് കൂടുമ്പോൾ കൈ വിറയ്ക്കാൻ തുടങ്ങും. And when my heart starts racing, my hands start shivering. കൈയുടെ ഷിവറിങ് വരുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ശരിയാവില്ല. And when I shiver my hands, my handwriting goes bad. മാത്സിന്റെ ഫിഗർ ഒക്കെ എഴുതുമ്പോഴത്തേക്ക് അറിയാം, പക്ഷെ എഴുതി പേപ്പറിൽ വെക്കാൻ പറ്റുന്നില്ല. So even if I know the answers of mathematics, I'm not able to write it on the paper. ഒരു ഇന്റർവ്യൂവിന് ചോദിക്കുമ്പോൾ എല്ലാം മറന്നു പോവുകയാണ്. When I am answering in an interview, I'm forgetting everything. ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? What can I do? എന്ത് ചെയ്യാൻ പറ്റും ഇതിന്? What can I do for that? ഇത് മാറ്റാൻ അവിടെ പോയി മെഡിസിൻ വാങ്ങിക്കാൻ പറ്റുമോ? Can I take a medicine to? ഇതിന് മെഡിസിൻ ഉണ്ടോ? Is there a medicine for this? ഹല്ലേലൂയ. Hallelujah. കരഞ്ഞ ദൈവസന്നിധിയിൽ ഇത് പറഞ്ഞപ്പോൾ, When we told this in the presence of the Lord, എല്ലാ കേസും ഇവിടെ എടുക്കും കേട്ടോ. there's a God who takes all the cases. എല്ലാ കേസും ഈ വഴിയമ്പലത്തിൽ എടുക്കും. He takes all the cases in this inn. ഈ വഴിയമ്പലത്തിൽ ഇല്ലാത്ത ട്രീറ്റ്മെന്റ് ഇല്ല. There's no treatment that's not there in this inn. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൈവദാസന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു,
ശക്തമായി പ്രാർത്ഥിച്ചു. The servants of God prayed for her mightily. ദൈവാത്മാവ് പറഞ്ഞു, ഞാൻ നിന്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കും. And the Holy Spirit said, I will be for you in your weaknesses. നിന്റെ ബലഹീനത മാറത്തില്ല, Your weakness won't. അവിടെ ഇരിക്കും. Your weakness will be there. പക്ഷേ ഹാർട്ട് ബീറ്റ് കൂടുമ്പോൾ ഞാൻ നിനക്ക് തുണ നിൽക്കും, സപ്പോർട്ട് ചെയ്യും. But when your heart is racing, I will be with you, supporting you. നാവിനെ ഞാൻ ബലപ്പെടുത്തും. I will strengthen your tongue. നിന്റെ കൈയുടെ വിറയൽ ഞാൻ മാറ്റും. I will take away the shivering of your hands. പിന്നത്തേതിൽ ആ കുട്ടി ശക്തമായി എഴുതി ജയിച്ച് ജോലിക്ക് പ്രവേശിച്ചതായിട്ട് കേൾപ്പാനിടയായി. And later I heard that student started to write and do well in the interviews and clear. Hallelujah. Hallelujah. ഇതൊന്നും ചെറിയ വിഷയമല്ല കേട്ടോ. This is not a small thing. നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. This is something that only we inherit. Hallelujah. Hallelujah. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നു. Here he is doing a lot of things. ഒരുപാട് കാര്യങ്ങൾ. Lot of things. ഓരോന്നോരോന്ന് എടുത്തു നോക്കണം. One by one. Just ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. I'll say one more thing and end. ഒരു മുന്തിരി തൈ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്നു. A wine branch was brought from Israel. കല്ല് പെറുക്കി കളഞ്ഞ് നട്ടു. Stones was taken aside and it was വേലി കെട്ടി. It was rooted in the soil and then the fence was made. ഇതിന്റെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആ സ്റ്റം, അതിനകത്ത് ഈ കല്ല് ഭയങ്കര വേദനയാണ്. So the stones are really hard for the soft parts. ഈ കല്ല് ഇതിനെ വളർത്തത്തില്ല, പ്രയാസമാണ്. So the stones will makes it really hard for the plant. ഈ ചെടിക്ക് കല്ല് പെറുക്കി കളയാൻ പറ്റത്തില്ല. The plant isn't able to take away the stones. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. It can't do anything. ഇത് വളരണമെങ്കിൽ ഈ കല്ല് പെറുക്കി കളയണം. For it to grow, the stones has to be taken aside. വളരാൻ വേണ്ടി ദൈവം കല്ലുകളെ പെറുക്കി കളഞ്ഞു. For it to grow, the Lord will take away the stones. നിന്റെ വളർച്ചയെ തടയുന്ന കല്ല് എന്തുമായിക്കൊള്ളട്ടെ, Whatever is the stone that's hindering your growth, യേശുവിന്റെ നാമത്തിൽ, in the name of Jesus, യേശുവിന്റെ in the name നാമത്തിൽ, of Jesus, ശത്രു കൊണ്ടിട്ട ചില കല്ലുകൾ, whatever the devil has brought, പിശാച് കൊണ്ടിട്ട ചില കല്ലുകൾ whatever the devil has brought, എടുത്തു മാറ്റി, take it away. എടുത്തു മാറ്റി. Take it away. ഈ നല്ല ഒരു വഴി ദൈവം തുറന്നിരിക്കുക. God will open a mighty door. Hallelujah. Hallelujah. ഹല്ലേലൂയ. Hallelujah. വേലി കെട്ടി. The fence was made. അപ്പൊ അകത്തും സൂക്ഷിക്കണം, പുറത്തുനിന്നും സൂക്ഷിക്കണം. So it has to be taken care inside and from outside. പുറത്തുനിന്ന് ഇങ്ങോട്ട് വരും കേട്ടോ. Because from inside it will come out. അതുകൊണ്ടല്ലേ സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, That's why in the book of Psalms it says, കാട്ടുപന്നി എന്തേ മാന്തി കളഞ്ഞത്? the wild pork, it attacked me. കാട്ടുപന്നി എന്തേ മാന്തി കളഞ്ഞത്? What it took away. ഹല്ലേലൂയ. Hallelujah. കാട്ടുപന്നി മാന്തിയാൽ ഷേപ്പ്ലെസ് ആയി പോകും. If it starts to attack, it will become shapeless. ആ റൂട്ട് അവിടെ കാണും, പക്ഷെ ഷേപ്പ്ലെസ് ആയി പോകും. The root will be there, but it will still be shapeless. കടിച്ച് പറിച്ച് ഇല്ലാതാക്കി കളയും. It will bite it off and make it shapeless. ഭംഗം വരുത്തും. It will make it void. സിംഹങ്ങൾ എനിക്ക് കേട് വരുത്തിയില്ല. But it says the lions didn't harm me. ഇന്നലെ വരെ പലതിൻ്റെ അസ്ഥികൾ ഒടിച്ചതാണ്. Till yesterday I broke some bones. ചിലരോട് നിന്റെ കൈ ദൈവത്തിന് ആവശ്യമുണ്ട്. To some people the Lord is saying, the Lord needs your hand. നിന്റെ സൗണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. The Lord needs your voice. അതിൽ ശത്രു കൈവെക്കരുത്. The devil cannot put his hands across it. അതിൽ പിശാച് കൈവെക്കരുത്. The devil shouldn't put his hands across it. ചില ശുശ്രൂഷകൾ ചെയ്യാനുണ്ട്. You have some ministries to do. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇവിടെ പുറത്തുനിന്ന് അകത്തോട്ട് കയറാതിരിക്കാൻ വേലി കെട്ടുകയാണ്. Here we see for things not to come inside, a fence is put outside. ഇതുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് ചിന്തിച്ചു നോക്കിയേ. When we compare it to this, കല്ല് പെറുക്കുന്നു, taking the stones, വേലി കെട്ടുന്നു, putting the fence, ഗോപുരം പണിയുന്നു, building the temple, ചക്ക് കുഴിച്ചിടുന്നു, or digging it up, ദൈവത്തോട് ചോദിക്കാം, asking God, ചെടി വളർന്നു വരുന്നതല്ലേ ഉള്ളൂ, isn't the plant just growing? ഇപ്പോഴേ ഗോപുരവും ചക്കും ഒക്കെ വേണോ? Is the temple still required? നല്ലതാണോ നോക്കിയിട്ട് ചക്കിട്ടാ പോരെ? Shouldn't the wine press be put after seeing it's good? എല്ലാം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. Everything is prepared. എല്ലാം ഒരുക്കിയിട്ടുണ്ട്. Everything is prepared. വിശ്വസിക്കാമോ? Can you believe that? വിവാഹം കഴിച്ച് ചെല്ലേണ്ട ഭവനം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്.
God has prepared the house of some people who are married. ജോലിക്ക് ഇരിക്കേണ്ട സീറ്റ് ദൈവം ഒരുക്കിയിട്ടുണ്ട്. God has prepared the seat where you have to work. ഹല്ലേലൂയ. Hallelujah. പക്ഷേ ഒറ്റ കാര്യം, But there's one thing. ഒറ്റ കാര്യം, Just one thing. കാട്ടുമുന്തിരി കായ്ച്ചാൽ For the wild wine to grow, ഈ ചക്കിനകത്ത് കയറില്ല. the wine press won't get in. നല്ല മുന്തിരിയെ ചക്കിനകത്ത് കയറുള്ളൂ. Only the good wine will come into the wine press. എന്തെങ്കിലും കായ്ച്ചാൽ ഇതിനകത്ത് കയറില്ല. If anything grows, it won't come into the wine press. ഇതെല്ലാം ചെയ്തിട്ടും ഇങ്ങനെയായി പോയല്ലോ. Even after doing all this, why is it like this? ഇനി ഞാൻ എന്ത് ചെയ്യും? What should I do? ഞാൻ ചെയ്യുന്ന കാര്യമില്ല, ദൈവം പറയുന്നു. This is what the Lord says. ഞാൻ ഇനി എന്ത് ചെയ്യും? What should I do? യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്നു. In the book of Isaiah we read. ചെയ്യാനുള്ളത് താഴോട്ട് പറയുന്നു. It says what we have to do. ഞാൻ വേലി പൊളിക്കും. I will break the fence. ഞാനാണ് വേലി ഇട്ടത്. If I am the person who put the ഞാൻ fence, തന്നെ വേലി പൊളിക്കും. I will break the fence. അകത്തുള്ളത് പുറത്തു കയറും. What is outside will മഴ come inside. പെയ്യരുതെന്ന് ആകാശത്തോട് കൽപ്പിക്കും. I will command the skies not to rain. ഉണങ്ങി കരിഞ്ഞു പോകും. It will wither off. ഇത്രയും ചെയ്തിട്ട് After doing all this, കാട്ടുമുന്തിരി കായ്ച്ചാൽ, and still if the wild wine would grow. ഹല്ലേലൂയ. Hallelujah. ദൈവം ചെയ്യുന്നത് നാം മനസ്സിലാക്കണം. We have to know what the Lord is doing. നന്ദി പറയണം. We have to be thankful for that. ദൈവഹിതമില്ലാത്തത് ഉണ്ടാകരുത്. We shouldn't do what God doesn't want us to do. ദൈവഹിതമില്ലാത്തത് ഉണ്ടാകരുത്. Let nothing that God doesn't ചില want us to do happen. പ്രോസസ്സിൽ കൂടെ കടന്നു പോകണം. When we go through some processes, എന്നാലേ നല്ല മുന്തിരിച്ചാർ ഉണ്ടാകൂ. then only the good wine will come. അല്ലെങ്കിൽ എല്ലാം പ്രയോജനമില്ലാതായി പോകും. Or else everything will be fruitless. വാക്കുകളെ ചുരുക്കട്ടെ. Let me close my words. ഹല്ലേലൂയ. Hallelujah. രണ്ടുപേർ മാറി കടന്നുപോയി. Two people went by. യേശുവിൻ്റെ പ്രവൃത്തിയിൽ ഒരു വ്യത്യസ്ത കാര്യമാണ് തൻ്റെ അടുക്കൽ വരുന്നവരോട് അവന് മനസ്സലിവുണ്ടാകുന്നു എന്നുള്ളത്. One thing that differentiates Jesus is when some people come to him, he feels compassionate. യേശു ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച അത്ഭുതം നടന്നിട്ടുണ്ടോ അതിനു മുമ്പ് ഒരു വലിയ മനസ്സലിവ് അവന്റെ ഹൃദയത്തിൽ വന്നു. In whichever places miracles has happened in the ministry of Jesus, first he was compassionate to them. ഇതിൽ നിന്നാണ് ഒരു വിടുതൽ ആരംഭിക്കുന്നത്. This is from where deliverance starts. ഒരു വിഷയത്തെ കാണുമ്പോൾ നമുക്ക് മനസ്സലിവ് When തോന്നണം. we see a problem, when we see a matter, we should feel compassionate. ചിലർക്കതില്ല. Some people don't have that. ലേവ്യനും പുരോഹിതനും വേണ്ട. The priest and the temple assistant don't want that. കൂടെ ഉള്ളതിനെ കാണുമ്പോൾ ഒരു മനസ്സലിവ്. When we look at a fellow being, do we have the ആ compassion? മനസ്സലിവിൽ നിന്നൊരു പാട്ട്, A song from that ആ compassion. മനസ്സലിവിൽ നിന്നൊരു പ്രാർത്ഥന, A song from that compassion. അത് വിടുതലായി വ്യാപരിക്കും. That will turn out to be a deliverance. അത് വിടുതലായി That will വ്യാപരിക്കും. turn out to be a blessing. അങ്ങനെ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല കേട്ടോ. You can't go nearby without that. കയ്യിൽ എണ്ണയും വീഞ്ഞും ഉള്ളവനെ അടുത്ത് ചെല്ലാൻ പറ്റുകയുള്ളൂ. Only if you have the olive oil and the wine, you can go nearby. ഞങ്ങൾക്കുള്ളത് നിനക്ക് തരാം. What we have, we give to you. എന്തോ കൊടുക്കാനുണ്ട്, We have something to give. അല്ലാതെ പറയാൻ I പറ്റത്തില്ല. can't say it without that. ഞങ്ങൾക്കുള്ളത് നിനക്ക് തരാം. What we have, we are giving to you. യേശുവിൻ നാമത്തിൽ എഴുന്നേറ്റ് വാ. In the name of Jesus, be raised up. ഹല്ലേലൂയ. Hallelujah. ഇന്ന് പകൽ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. Let's submit ourselves in the hands of the Lord. തലകളെ ഉണക്കാം. ഒരു മിനിറ്റ് Let's പ്രാർത്ഥിക്കാം. bow our heads and let's pray. പിശാച് മുറിവേൽപ്പിച്ചിട്ട സ്ഥാനത്ത് നിന്ന് In the places where the devil has wounded us, കർത്താവെ പലരും മാറിപ്പോയപ്പോൾ Lord, when many have despised us and went away, നീ എന്നെ താങ്ങിയെടുത്ത് Lord, you have came near me. എണ്ണയും വീഞ്ഞും പകർന്ന് You have poured your olive oil and wine, എന്റെ മുറിവുകളെ കെട്ടി and you have bandaged them. വഴിയമ്പലത്തിൽ You കൊണ്ടുപോയി have brought me to the inn, എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു. and you took care of me. നന്ദി കരേറ്റുന്നു. Lord, I thank you for എല്ലാവരും that. ദൈവത്തെ സ്തുതിച്ചാട്ടെ. Let's all praise God for that. നന്ദി കരേറ്റുന്നു. Lord, I thank you for that. ഇനിയും എന്റെ രോഗത്തിനുള്ള ഔഷധം നിന്റെ കയ്യിലുണ്ട്. Still the medicine for my sickness is with you. എന്റെ മുറിവുകളിൽ വെക്കാനുള്ള മരുന്ന് നിന്റെ കയ്യിലുണ്ട്. Still the medicine for my wounds is with you. അതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. I praise you, Lord, for that. കർത്താവെ, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ Lord, for each person who's out here, ഏതെങ്കിലും മുറിവുകളിൽ ആമേൻ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, if they are going through some wounds in their life, ഈ വചനത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. as we are praying over this word, യേശുവിൻ നാമത്തിൽ in the name of Jesus, ചില മുറിവുകൾ ഇന്ന് രാത്രി let കെട്ടപ്പെടുമാറാകട്ടെ. some wounds be bandaged in the name of Jesus. യേശുവിൻ നാമത്തിൽ In the name of Jesus, ചില വേദനകൾ ഇപ്പോൾ മാറിപ്പോകട്ടെ. let some pains be gone away in the name of Jesus. ചില ദുഃഖങ്ങൾ ഇപ്പോൾ മാറിപ്പോകട്ടെ. Let some worries go away in the name of Jesus. ശമര്യക്കാരന്റെ കൈയുടെ
ടച്ചിങ് ഇപ്പോൾ സംഭവിക്കട്ടെ. Let the touch of the Samaritan come over. ഹല്ലേലൂയ. Hallelujah. ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാട്ടെ. Let's worship the Lord for ഒരു a moment. വിടുതലായി അത് വ്യാപരിക്കട്ടെ. Let it come forth as a deliverance. ഒരു വിടുതലായി അത് വ്യാപരിക്കട്ടെ. Let it come forth as a deliverance. കർത്താവ് നമ്മളെ ഇന്ന് രാത്രി ആശ്വസിപ്പിക്കുമാറാകട്ടെ. May the Lord bless all of you today evening. താങ്ങിയെടുക്കുന്ന സ്നേഹത്തിനായി സ്തോത്രം. I praise God for the love that lifts us up. ശുശ്രൂഷിക്കുന്ന കരുണയ്ക്കായി സ്തോത്രം. I thank God that He's ministering to us. മഹത്വം നീ എടുക്കണം. All glory to you. യേശുവിൻ നാമത്തിൽ In the name of Jesus, amen. ആമേൻ.